വ്ളാഡിമിർ പുടിൻ പറഞ്ഞ ഒരു വാക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായി ചർച്ച ചെയ്യും. അതായത് ദൈവം റഷ്യയോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ കൂടെ ചേർത്ത് നിർത്തുകയാണ് റഷ്യ. അതായത് 2024 65 ബില്യൺ ഡോളറിന്റെ പദ്ധതികളുമായി റഷ്യയും ഇന്ത്യ മുന്നോട്ട് പോയെങ്കിൽ 2030 ആകുമ്പോൾ അത് 100 ബില്യൺ ഡോളറിന്റെ പദ്ധതികളിലേക്ക് മാറുകയാണ്. അതായത് ഊർജ പ്രതിരോധ മേഖലയിൽ മാത്രമല്ല മറ്റ് മേഖലകളിൽ കൂടി ഇന്ത്യക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് റഷ്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധം പലപ്പോഴും നമ്മൾ കണ്ടിട്ട് കേട്ടിട്ടുണ്ട്. വ്ളാഡിമിർ പുടിൻ ഇവിടെ ഇന്ത്യയെ സന്ദർശിച്ചപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഷാൻഹായ് ഉച്ചകോടിയിൽ വച്ച് കണ്ടപ്പോഴാണെങ്കിലും 45 മിനിറ്റ് പുടിൻ്റെ ഔറസ് കാറിൽ ഇരുന്നു കൊണ്ട് മോദിയും പുടിനും തമ്മിലുള്ള അനൗദ്യോഗിക ചർച്ചകൾ അടക്കം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന രണ്ട് സുഹൃത്തുക്കളും രണ്ട് ശക്തിയുള്ള രാജ്യങ്ങളുമാണ് റഷ്യയും ഇന്ത്യയും എന്ന് പറയുന്നത്. അമേരിക്കയും അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുമാണ് ലോകത്തെ രാജാക്കന്മാർ എന്ന് പറഞ്ഞിടത്താണ് ഇന്ത്യ റഷ്യയും അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത്. ഈ ഒരു ബന്ധത്തെ ഈ ഒരു ഈ എല്ലാ മേഖലയിലുമുള്ള ഈ ഒരു സ്വാധീനത്തെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ വർഷങ്ങളുടെ ഒരു പൈതൃകവും പാരമ്പര്യവും ഉള്ളതാണ് എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് നമ്മളെ സഹായിച്ച ഏറ്റവും പ്രമുഖമായിട്ടുള്ള രാഷ്ട്രങ്ങളിലൊന്നായിരുന്നു അന്നത്തെ സോവിയറ്റ് യൂണിയൻ, USSR എന്ന് പറയും. നെഹ്റുവിൻ സോഷ്യലിസത്തെക്കുറിച്ച് നമ്മൾ പറയാറ്. ഈ നെഹ്റുവിൻ സോഷ്യലിസം എന്ന് പറയുന്നത് പോലും രൂപപ്പെട്ടത് റഷ്യയുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. നമ്മൾ റഷ്യയിൽ നിന്ന് പഞ്ചവത്സര പദ്ധതികൾ സ്വാംശീകരിക്കുകയും നമ്മളുടെ വികസനത്തിന് ആവശ്യമായ പല പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്യും. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമുക്ക് ഹെവി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തരിപ്പ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് തന്നെ വലിയ സ്റ്റീൽ പ്ലാന്റുകൾ നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ടുള്ള സഹായം റഷ്യയാണ് നൽകിയത്. പല മേഖലയിലും റഷ്യയുടെ സഹായം അന്നു മുതൽ നമുക്കുണ്ട്. ആ സൗഹൃദം ഇന്നും തുടരുന്നു എന്നുള്ളത് ലോക രാഷ്ട്രീയത്തിൽ അപൂർവമായിട്ടുള്ള ഒരു സൗഹൃദമായി നിൽക്കുന്നു എന്നുള്ളതാണ്. മുൻപത്തേക്കാളൊക്കെ ആ സൗഹൃദത്തിൻ്റെ ഗാഢത ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. കാരണം അന്ന് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയന് ഇന്ത്യയിൽ നിന്ന് സഹായമൊന്നും വേണ്ട. പക്ഷേ ഇന്ന് പുടിൻ്റെ റഷ്യക്ക് ഇന്ത്യയിൽ നിന്ന് സഹായം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സൗഹൃദം ദൃഢമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ കൊടുക്കൽ വാങ്ങലിൻ്റെ സൗഹൃദം കൂടിയായിട്ടത് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. അന്ന് നമ്മൾ ദരിദ്രമായ രാജ്യം തന്നെയായിരുന്നു. നമ്മളതിൽ നിന്നൊക്കെ മാറി നമ്മളൊരു വികസന രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ലോകത്തെ വൻ ശക്തികളിലൊന്നായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വലിയ തോതിൽ മാറുകയും അത് മാർക്കറ്റിങ്ങിനെ കേന്ദ്രീകരിക്കുന്ന ഒന്നായി, വിപണനത്തെ കേന്ദ്രീകരിക്കുന്ന ഒന്നായി, വിപണന സമൂഹമായി മാറി എന്നുള്ളതാണ്. ഈ മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ ഇന്ത്യക്ക് വലിയ പ്രാമുഖ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ജനസംഖ്യയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ലോകത്ത് നിർമ്മിക്കപ്പെടുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഉപഭോഗം ചെയ്യുന്നതിന് കഴിവുള്ള വലിയ ഒരു രാഷ്ട്രം അതാണ് ഇന്ത്യ. ഇന്ത്യയും ചൈനയും എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു രാജ്യത്തിനും ഒഴിച്ചേർത്താനായിട്ട് പറ്റാത്തതാണ്. കാരണം ജനസംഖ്യയാണ് പ്രധാനം. അപ്പോൾ ഈ നമ്മുടെ ഡെമോഗ്രഫിയാണ് നമ്മുടെ സമ്പത്തായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ആ ഡെമോഗ്രഫി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഒരിടയ്ക്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം അമേരിക്ക കൊണ്ടുവരുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അപ്പോൾ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ലോക വ്യാപാര സംഘടന എന്ന് പറയുന്നത് കൊണ്ടുവന്നത് തന്നെ ഇന്ത്യയെ പോലെയുള്ള രാഷ്ട്രങ്ങളിലേക്ക് അമേരിക്കയിലെയും അതേപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലെയും സാങ്കേതിക വിദ്യകളിൽ നിർമ്മിക്കപ്പെടുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള മാർക്കറ്റായി കാണുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ സാധ്യത വർദ്ധിച്ചു. നമ്മളുടെ ഇടങ്ങളിലേക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ പുറത്തുനിന്ന് വരാനായിട്ട് തുടങ്ങി. നമുക്ക് വിദേശ നിക്ഷേപങ്ങൾ മാത്രമല്ല, വിദേശ നിക്ഷേപങ്ങളിൽ ഊന്നിയ ഒരുപാട് വ്യവസായങ്ങളുടെ സാധ്യതകളൊന്നും കൊളാബറേറ്റഡ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് മാരുതി സുസുക്കി പോലെയുള്ളതായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും നമ്മൾ 1950 നമ്മളാകെ കണ്ടിരുന്നൊരു കാറെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അംബാസഡറിൻ്റെ പഴയ രൂപമാണ് ലാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. അതുമാത്രമാണ് നമ്മുടെ കാറെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് പ്രീമിയർ പത്മിനി എന്ന് പറയുന്നത്.
പഴയകാലത്ത് പ്രേം നസീർ പ്രേമിക്കാൻ കൊണ്ടു നടന്നിരുന്ന സാധനമാണ് പ്രീമിയർ പത്മിനി എന്ന് പറഞ്ഞാൽ ആ ഒരു കാർ മാത്രം ഉണ്ടായിരുന്നു. ഈ അംബാസഡറും പ്രീമിയർ പത്മിനിയുടെ ഒക്കെ ഒരു കാലത്തിൽ നിന്ന് ആഗോളവൽക്കരണത്തിലേക്ക് നമ്മൾ കടക്കാൻ തുടങ്ങുമ്പോഴാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പുതിയ ഒരു സംരംഭം നമ്മുടെ സഞ്ജയ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചുപോയ മകൻ്റെ ഒരു വലിയ സംഭാവനയാണ് ഈ മാരുതി സുസുക്കി എന്ന് പറയുന്നത്. ജപ്പാനിലെ സുസുക്കി കമ്പനിയും ഇന്ത്യയിലെ മാരുതി കമ്പനിയും തമ്മിൽ ഉള്ള കൊളാബറേഷൻ, അങ്ങനെയാണ് മാരുതി സുസുക്കി എന്ന് പറയുന്ന സാധനമുണ്ട്. അത് തുടക്കമാണ്. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ എല്ലാ ഏറ്റവും മികച്ച കാറുകൾ മുഴുവനും ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. കാറുകൾ മാത്രമല്ല, എല്ലാ മേഖലയിലും അത് വളർന്ന് വികസിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കൊളാബറേഷൻ എന്ന് പറയുന്നത്, കൊളാബറേറ്റീവ് ബിസിനസ് എന്ന് പറയുന്നത്, ഈ മേഖലയിലേക്ക് കൂടി ഇപ്പോൾ വലിയ സാധ്യതയുടെ ജാലകം നമ്മൾ തുറക്കുന്നത് കൊണ്ടാണ് റഷ്യ ഇന്ത്യയിലേക്ക് വന്ന് പഴയ സൗഹൃദമുണ്ട് അത് ഇരട്ടി സൗഹൃദമൊക്കെ മാറ്റി വലിയ വ്യവസായ സംരംഭങ്ങൾ നമുക്ക് അതിൽ പങ്കാളിത്തം നൽകാനായിട്ട് കഴിയുന്ന തരത്തിലേക്ക് വരും. പിന്നെ മാത്രമല്ല, നമ്മുടെ ആണവ ഊർജ്ജ മേഖലയിലൊക്കെ ഇടപെടില്ല, അതിലൊക്കെ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ എന്തായാലും അങ്ങനെ പുതിയ കരാറുകളുമായിട്ട് നമ്മളിങ്ങനെ പുതിയ വ്യവസായ ലോകത്തേക്ക് കടക്കാനായിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആയുധ നിർമ്മാണ മേഖലകൾ മാത്രമല്ല, ആയുധ നിർമ്മാണം, അതിലൂടെ ആയുധ നിർമ്മാണങ്ങൾ നടത്തി നമ്മൾ വലിയ ആയുധ കച്ചവടക്കാരായി മാത്രം അങ്ങനെയും മാറാനുള്ള സാധ്യത. അങ്ങനെ വിവിധ രീതികളിൽ ഇന്ത്യയുടെ സാധ്യതകളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസമായിട്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് $100 ബില്യൺ അത്ഭുതകരമായിട്ടുള്ള കുതിച്ചുകയറ്റത്തിലേക്ക് നമ്മൾ അവരും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം മാറുന്നത്. എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന, മാത്രമല്ല അവർക്ക് പുതിയ ഒരുപാട് തരത്തിലുള്ള സാങ്കേതികവിദ്യകൾ മറ്റ് രാഷ്ട്രങ്ങൾ കൊടുക്കാനായിട്ട് കഴിയും. അതവർക്ക് നമുക്ക് നൽകാൻ തയ്യാറാണ് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മളും അവരുമായിട്ട് ഒരു വിഷയത്തിൽ സഹകരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ സഹകരണത്തിന് ആസ്പദമായിട്ടുള്ള സാങ്കേതികവിദ്യ നമുക്ക് തരും എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് അമേരിക്കയുമായിട്ട് ജപ്പാനുമായിട്ട് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളതാണ്. അവർ നമുക്ക് സാങ്കേതിക സഹകരണം നൽകും, പക്ഷേ സാങ്കേതിക വിദ്യ പറഞ്ഞു തരില്ല. അത് വേണ്ട മക്കളെന്ന് പറയും. പക്ഷേ നമ്മളിത് നേരത്തെ പഠിച്ചിട്ടുണ്ട്, നിങ്ങളതൊന്നും പറഞ്ഞു തരണ്ട. അങ്ങനെ ഒരു സാധനം കിട്ടിയ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പഠിക്കാൻ പറ്റും. നമ്മളങ്ങനെ അത് നമ്മുടെ സ്വന്തമാക്കി മാറ്റുകയും ചെയ്യും. അങ്ങനെയാണ് ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് ഇന്ത്യ വലിയ കുതിപ്പ് നടത്തിയിട്ടുള്ളത്. ലോകത്ത് കണ്ടുപിടിക്കപ്പെടുന്നതായിട്ടുള്ള മരുന്നുകൾക്ക് പേറ്റൻ്റ് ഉണ്ടാകും. ആ പേറ്റൻസി എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് കടന്നു കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പേറ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, അതിന് ഇന്ന മെത്തഡോളജിയാണ് ഉപയോഗിക്കണമെങ്കിൽ ആ മെത്തഡോളജിക്ക് പകരം നമ്മളൊരു ആൾട്ടർനേറ്റീവ് മെത്തഡോളജി ഉണ്ടാക്കി ആ സാധനം ഉണ്ടാക്കി അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ് മുൻപ് ഒക്കെ നിലനിന്നിരുന്നത്. നമ്മളത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാങ്കേതികവിദ്യ തന്നില്ലെങ്കിൽ പോലും നമ്മളെന്ത് ചെയ്യും? അത് മോഷണം നടത്തും. അങ്ങനെ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് അതിനുള്ള ബ്രെയിൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സാധനം കണ്ടുപിടിച്ചിട്ട് നമ്മളതിൻ്റെ പുതിയ രീതിയിൽ നിർമ്മിക്കും. പക്ഷേ റഷ്യ നമ്മളുമായിട്ട് ഇടപെടുന്ന സമയത്ത് അങ്ങനെയല്ല, നിങ്ങളങ്ങനെ മോഷ്ടിക്കാൻ നടക്കണം, തന്നാക്കാം എന്ന് പറഞ്ഞ് നമുക്ക് ആ സാങ്കേതികവിദ്യ കൂടി തരികയും നമ്മളെ സാങ്കേതികവിദ്യയുടെ തലത്തിലും മികച്ചതാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഈ സൗഹൃദത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇന്ത്യയും അതേപോലെ തന്നെ റഷ്യയും തമ്മിലുള്ളതായിട്ടുള്ള സൗഹൃദം ഇന്ത്യയുടെ വളർച്ചയുടെ ഒരു മികച്ച പടവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.